ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഈ പാർട്ടിന് സ്റ്റാർട്ടിങ് സീനിൽ കാണിക്കുന്നത് ഇവർ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് ഡോങ്ങും അതുപോലെ തന്നെ സുവാങ്ങും കൂടി അവിടെ നിന്ന് വരും കേട്ടോ. അപ്പോൾ പിന്നെ സുവാങ് ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഡോങ് പറയാം, അല്ല എനിക്ക് ആകെ ഒരു സങ്കടം, കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഡിഗ്നിറ്റി കളഞ്ഞൊരു ജീവിതമാണല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ സുവാങ് പറയാം, നീ ഇനിയെങ്കിലും നല്ലൊരാളെ നോക്കി സെലക്ട് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ ഡോങ് പറയും, ഞാൻ ഇനി എന്തുവാനും സെലക്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു നല്ലൊരു വ്യക്തിയെ മാത്രമായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. ഇനി വാങ്ങും സാവുകയാണെങ്കിൽ അന്ന് രാത്രി ഒന്നാവുകയാണ്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ കാണിക്കുന്നത് നമ്മുടെ ചെങ്ങിനെയും ഫ്രണ്ട് പെണ്ണിയാണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര കൊടൂര വഴക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെങ്ങ് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുന്നെങ്കിലും ഫ്രണ്ട് പെണ്ണിൻ്റെ തലയിൽ അതൊന്നും കയറുന്നില്ല. അപ്പോൾ അവൾ വന്നിട്ട് ഇവനെ ആക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ആ രീതിക്കുള്ള വഴക്കാണ് അവർ തമ്മിൽ നടക്കുന്നത്. ആ സമയത്താണ് ഡോങ് തിരിച്ച് ആ ഒരു മുറിയിലേക്ക് വരുന്നതും നമ്മുടെ ചെങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, നീ ചെല്ലേ, ഇവളൊക്കെ ഞാൻ ആശ്വസിപ്പിച്ചോളാം, നീ പോകുന്നു പറഞ്ഞിട്ട് അവൻ എങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും നമ്മൾ ഡോങ് അവിടെ നിന്ന് പറഞ്ഞു വിടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൊടൂര വഴക്കായിരിക്കും. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. പിറ്റേന്ന് കാണിക്കോട്ടെ. അപ്പോൾ ബെയർ കമ്പനിയിൽ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡോങ് അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുവാങ് വിളിച്ചിട്ട് പറയുകയാണ്, നീ അർജൻറ്റായിട്ട് ഓഫീസിലേക്ക് വരണം, മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ അവൾ പറയുകയോ, നിങ്ങൾ എനിക്ക് 2-3 ദിവസം ടൈം തന്നില്ല ഡിസൈനിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്ന സമയത്ത് സുവാങ് പറയാം, അതല്ല മീറ്റിംഗ് എന്തായാലും അറ്റൻഡ് ചെയ്തേ പറ്റും, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരാൻ പറയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഡോങ് അങ്ങോട്ട് പോവാണ്. ഇനി അവൾ അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഓൾറെഡി സുവാങ് ഇവൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം കേട്ടോ. അപ്പോൾ ഇവൾക്കും അതുപോലെ തന്നെ ബെയർ കമ്പനികളിലെ എല്ലാവർക്കും ഗിഫ്റ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവളുടെ കയ്യിൽ ഏൽപ്പിക്കുക. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവൻ്റെ അത്രയും നല്ലൊരു ക്യാരക്ടറാണ്. അവൻ്റെ കമ്പനി അല്ല ബെയർ എന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് കമ്പനി ആയിട്ട് പോലും അവരുടെ കാര്യങ്ങൾ ഓരോന്ന് നോക്കി അവൻ ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സാവ കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ടെന്ന് ഓൾറെഡി സാവയ്ക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടെന്ന് ഓൾറെഡി സുവാങ് ഇവളുടെ അടുത്ത് പറഞ്ഞു കാണത്തില്ലേ. അപ്പോൾ അതെല്ലാം തന്നെ സാവ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഇനി അന്ന് രാത്രി ആയിട്ടോ ന്യൂ ഇയറിൻ്റെ ആ ഒരു രാത്രി എന്ന് പറയുന്നത്, ന്യൂ ഇയർ ആവാൻ പോകുന്ന ആ ഒരു രാത്രി. അപ്പോൾ ഇവൻ വന്നിട്ട് നമ്മുടെ സാവോനെ അതുപോലെ തന്നെ വാങ്ങിനെയും വിളിക്കുക. അപ്പോൾ രണ്ടുപേരും എന്തൊക്കെയോ തൊടുഞ്ഞായൊക്കെ പറഞ്ഞിട്ട് അന്ന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിയുക. വേറെ ഒന്നുമില്ല, അവർക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ സുവാങ് ഇവർക്ക് രണ്ടുപേർക്കും എന്താ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഡോങ്ങിനെ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ ഡോങ് ആണെങ്കിൽ വേറെ കമ്പനിയിലാണ് അന്ന് വന്നിട്ട് ആ ഒരു ന്യൂ ഇയറിൻ്റെ ഈവ് ആഘോഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് വന്ന് കുറച്ച് ഫുഡെല്ലാം വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ സുവാങ്ങും അങ്ങോട്ട് വരിക. അപ്പോൾ എല്ലാവരും ആകെ അതിശയം, കാരണം ഇത്രയും വലിയ കമ്പനിയുടെ ഒരു സിഇഒ അവരുടെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നേക്കുമല്ലേ. അപ്പോൾ ഇവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊണ്ടെന്ന് കൊടുത്തുകൊണ്ട് ഇവരെല്ലാവരും ഫുഡൊക്കെ കഴിക്കായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് സംസാരിച്ച് ഫുഡെല്ലാം കഴിക്കുന്ന സമയത്ത് സുവാങ് ആണെങ്കിൽ മൊത്തത്തിൽ നോക്കുന്നത് വന്ന് നമ്മുടെ ഡോങ്ങിനെയാണ്. പക്ഷെ അത് വന്നിട്ട് ആ ഓഫീസിലുള്ള ബാക്കി എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കും. ഇനി അന്ന് രാത്രി ന്യൂ ഇയറിൻ്റെ ഈവിലും വന്ന് നമ്മുടെ സാവുവിൻ്റെ കൂടെയാണ് ടൈം മൊത്തം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഡോങ്ങും അതുപോലെ സുവാങ്ങും ഫുഡെല്ലാം കഴിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് വന്നിട്ട് ഇവളുടെ തലയിൽ ബണ്ണൊന്നുമില്ല, മുടിയിനെ അഴിച്ചിട്ടേക്കും. അപ്പോൾ ഇവന് വന്നിട്ട് ഇവളൊരു പാവ കൊടുത്തു കാണാം, അതിൻ്റെ കഴുത്തിലൊരു ബണ്ണുണ്ട്. അപ്പോൾ അത് ഊരിയിട്ട് ഇവൾക്ക് ഇവൻ ഇട്ട് കൊടുക്കാട്ടോ. അപ്പോൾ ഇവളൊന്നും പറയുന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയാനുള്ള അടുത്ത് ഇങ്ങനെ നമ്മുടെ കമ്പനിയിൽ ഇങ്ങനൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തിട്ട് പറയുകയാണ്, അന്ന് എനിക്ക് ഡാൻസ് പാർട്ട്ണറായിട്ട് നീ വരുമോന്ന്. അപ്പം നമ്മുടെ ഡോങ് പറയണം, അല്ല എനിക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ലോ ഇങ്ങനെ പറയുന്ന സമയത്ത് സുവാങ് പറയാം, അത് കുഴപ്പമില്ല, നിനക്ക് വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തന്നേക്കാന്ന് പറയാം. അവിടെ നമ്മുടെ ഡോങ്ങിന് നോ പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ. എന്നിട്ട് അവരവിടുന്ന് തിരിക്കുവാണ്. ഇനിയാണെങ്കിൽ ഡോങ് രാത്രി വീട്ടിലെത്തി കിടക്കുന്ന സമയത്ത് അവൾക്കാണെങ്കിൽ ഇങ്ങനെ സുവാങ്ങിനെ ഫസ്റ്റ് തൊട്ട് കണ്ടതിന് ശേഷം ഇതുവരെയുള്ള മെമ്മറീസൊക്കെ മനസ്സിൽ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും. ഇവൻ ബണ്ണിട്ട് കൊടുത്തതും ഇവൻ്റെ അടുത്ത് ക്ലോസ് ആയി നിന്നു പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളും മനസ്സിൽ വന്ന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവൾക്ക് മനസ്സിലൊരു ഡൗട്ട്, ഇനി സുവാങ്ങിനെ എന്നെ ഇഷ്ടമോ. എന്നിട്ട് അവൾ ആലോചിച്ച് എനിക്കിതൊക്കെ വെറുതെ തോന്നിയതായിരിക്കും, കാരണം ആൾ എൻ്റെ അടുത്ത് കൈൻഡായിട്ട് പെരുമാറുന്നല്ലേ എന്ന് അവളും വിചാരിക്കും കേട്ടോ. ഇനി പിറ്റേന്നാണെങ്കിൽ നമ്മുടെ സുവാങ്ങിൻ്റെ അമ്മ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസം കേട്ടോ. അവിടെ തന്നെ ഡോങ് അവരെ കാണാനായിട്ട് വന്നിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സുവാങ്ങും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്തും നമ്മുടെ സുവാങ്ങിൻ്റെ അമ്മ പറയാണ്, കണ്ടില്ലോ ഇതാ ഒരു മോളുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് തന്നത് കണ്ടില്ലേ, ഇവനുണ്ടല്ലോ ഒരുത്തൻ എനിക്കൊരു തേങ്ങയും വാങ്ങിച്ചുകൊണ്ട് വന്ന് തരത്തില്ല, എനിക്ക് എന്നെ കാണാൻ വരുമ്പോൾ ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഡോങ് ആണെങ്കിൽ സുവാങ്ങിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, ആൾ കമ്പനിയിൽ ഇത്രയും ബിസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ടൈം ഒതുക്കി വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുവാങ്ങിൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. ഇനി അവർ തിരിച്ച് അവിടെ നിന്ന് അമ്മയൊക്കെ കണ്ട് തിരിച്ച് വരുന്ന സമയത്ത് വന്നിട്ട് ഇവൻ ശ്രദ്ധിക്കുകയാണ്, ഇവൾ വേറൊരു ബണ്ണാണ് മുടിയിലിട്ടേക്കുന്നത്. അപ്പോൾ ഇവൻ ചോദിക്കണം, അല്ല ഞാൻ ഇന്നലെ ഒരു ബണ്ണ് ഇട്ടുന്നില്ല, അത് എനിക്ക് നല്ല ക്യൂട്ടായിരുന്നു, നീ എന്താ അത് ഇടാഞ്ഞേ, എന്തുവായാലും നീ അന്ന് എൻ്റെ കൂടെ ഡാൻസിന് വരുന്ന സമയത്ത് ആ ഒരു ബണ്ണ് തന്നെ ഇട്ടിട്ട് വരണേന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്.
എന്നിട്ട് ഇവിടെ നേരെ ചെല്ലുന്നത് ബെയർ കമ്പനിക്ക് കേട്ടോ. ബെയർ കമ്പനി ചെന്നിട്ട് ഇവനിങ്ങനെ ഇൻവിറ്റേഷൻ ചെയ്തല്ലോ ഇങ്ങനെ ആ ഒരു ന്യൂ ഇയർ ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പറയുന്ന സമയത്ത് ആർക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പറയണം നമുക്ക് വന്നിട്ട് ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവരുടെ കമ്പനിയും അതുപോലെ അവരുടെ കമ്പനിയും. അപ്പോൾ ഡാൻസ് കോമ്പറ്റീഷനും ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസ്. അതിൽ ജയിക്കുന്നവർക്ക് 50,000 രൂപ പ്രൈസ് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്ന സമയത്തും എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയാണ്, എല്ലാവരും അതിന് റെഡി ആവുകയാണ്. ഇതേ സമയം നമ്മുടെ ആ ഒരു പിയോണി കമ്പനി കാണിക്കട്ടെ. അന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് വന്ന് സാവോയും വാങ്ങി ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിയുന്നത്. ആ സമയത്ത് വാങ്ങാൻ അവൻ്റെ മനസ്സിലൊരു കാര്യം പറയുകയാണ്. സാവോനോട്ട് ചോദിക്കാം, നമ്മൾ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് പോകുന്നത് നമുക്ക് രണ്ടുപേർക്കും ഡേറ്റ് ചെയ്താൽ എന്താണെന്ന് ചോദിക്കട്ടെ. അപ്പോൾ സാവോ പറയാണ്, അല്ല എനിക്കതിൽ വലിയ താല്പര്യം, നമുക്കിങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോയാൽ പോരെയും ചോദിക്കട്ടെ. പക്ഷെ വാങ്ങിന് ഇവളിങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയ രീതിക്കുള്ള ചമ്മലൊക്കെ ആയി. അപ്പോൾ അത് പുറത്ത് കാണിക്കാതിരിക്കാൻ പറയണേ, ശരി ഞാൻ നിന്നെ കിഡ് ചെയ്തതാ, നീ അതിനത് കാര്യമാക്കുന്നത് ജസ്റ്റ് കിഡിങ് ആന്നൊക്കെ പറഞ്ഞിട്ട് അവനതങ്ങ് വേഗം ആ ടോപ്പിക് അങ്ങ് മാറ്റുവാണ്. ഇതേ സമയം സുവാങ്ങിനെ കാണിക്കുക. സുവാങ് ആണെങ്കിൽ ആ ഒരു വേറെ കമ്പനിയുടെ താഴെ വന്നിട്ട് നമ്മൾ ഡോങ്ങിന് മെസ്സേജ് ഇടും, ഞാൻ നാണ്ടി ഡൗൺ സ്റ്റേഴ്സിലുണ്ട്, നീ എന്നെ വന്ന് മീറ്റ് ചെയ്ത് നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന്. അപ്പോൾ ഇവളാണെങ്കിൽ വേഗം ഇവൻ വിളിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിലാന്ന് തോന്നുന്നു വെപ്രാളം കഴിയിട്ട് അവിടെ തന്നെ എല്ലാവരുടെ അടുത്തും വേഗം ബായൊക്കെ വന്ന് പറഞ്ഞിട്ട് അവളിങ്ങ് താഴെ വരുന്നത് കേട്ടോ. അപ്പോൾ താഴെ വരുന്ന സമയത്ത് ഇവർ നേരെ പോകാൻ പോകുന്നത് ഇവൾക്കിനി ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഇവൾ കുറേ പറഞ്ഞു വെക്കും, വേണ്ട ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ സുവാങ് പറയാം, അതൊന്നും പറ്റത്തില്ല, നീ എൻ്റെ ഡാൻസ് പാർട്ട്ണറാണ്, അപ്പം നിനക്ക് ഞാൻ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിരുന്നു പറഞ്ഞിട്ട് ഇവർ രണ്ടും കൂടി ഡ്രസ്സ് വാങ്ങാനൊക്കെ പോകുന്നത്. എന്നിട്ട് ആ ഒരു ഷോപ്പിൽ ചെന്ന് ഡ്രസ്സെല്ലാം ട്രൈ ചെയ്യും കേട്ടോ. ഇവളാണെങ്കിൽ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോ ഗൗൺ പോലുള്ള ഡ്രസ്സുകളൊക്കെ ട്രൈ ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു വൈറ്റ് കളർ ഡ്രസ്സ് വരുന്ന സമയത്ത് ഇത് അവന് നന്നായിട്ട് പിടിക്കും. അപ്പോൾ അവൻ പറയും, ഓക്കെ ഈ ഡ്രസ്സ് തന്നെ മതി, പാക്ക് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ ഇവൾ ലാസ്റ്റ് ചെയ്ത് ബില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കും, ഇത് ഞാൻ വന്നിട്ട് ഞാൻ തന്നെ ബില്ല് ചെയ്തോളാം, ഞാൻ തന്നെ പൈസ അടച്ചോളാം, കാരണം എനിക്ക് വാങ്ങിക്കുന്നതല്ലേ, നിങ്ങൾ ബില്ല് ചെയ്യേണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ പറയാം, അതൊന്നും വേണ്ടടി ഞാൻ ചെയ്യാമെന്ന്. പക്ഷേ ഇവനൊരു കോൾ വരുന്നതുകൊണ്ട് ഇവൻ മാറിയിരിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവൾ തന്നെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് എടുത്ത് കൊടുക്കും. അപ്പോൾ അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് ഇവളുടെ കാർഡ് ലിമിറ്റിൽ ഇത് ഒതുങ്ങത്തില്ല, കാരണം 98,000 രൂപയാണ് ആ ഒരു ഡ്രസ്സിൻ്റെ വില. അപ്പോൾ നൈസിന് ആ ഒരു അവിടെ നിൽക്കുന്ന ആ ഒരാളുണ്ടാവില്ല ബില്ലടിക്കാൻ, അവിടെ തോന്നുന്നു അയ്യോ ഇതെനിക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നൈസിനെ കളഞ്ഞിട്ട് പോകും. ഇവനാണെങ്കിൽ ആ ഒരു കോള് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി അവൻ പോയി കാണും കേട്ടോ. ഇനി അന്ന് രാത്രി അവൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ സെയിം ഡ്രസ്സ് വന്നിട്ടും ഇവളുടെ ഫ്രണ്ട് പെണ്ണുണ്ടല്ലോ അവൾ വന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയും, ഞാനിത് റെൻറ്റിനെടുത്തതാണ്. അപ്പോൾ എടുത്തോണ്ട് ഡോങ് പറയും, ഓ നീ റെൻറ്റിനെടുത്താണല്ലേ, ഈ സെയിം ഡ്രസ്സാണല്ലോ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയത്, പിന്നെ നീ എങ്ങനെ റെൻറ്റിനെടുത്ത്, എൻ്റെ അടുത്ത് എന്തിനാണ് നീ കള്ളം പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയും, സോറി കള്ളം പറയുന്നതിനൊക്കെ സോറി, ഇത് വന്ന് സാവുമാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അപ്പോൾ തന്നെ ഡോങ്ങിന് മനസ്സിലാവും ഇത് വന്നിട്ട് ആക്ച്വലി ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സുവാങ് പറഞ്ഞിട്ടാണ് സാവ കൊണ്ടുവന്ന് കൊടുത്തത്. മാത്രമല്ല ഈ ഫ്രണ്ട് പെണ്ണ് അതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ അവൾ ആകെ അതിശയും, 98,000 രൂപ. എന്നിട്ട് പറയണേ എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇനി ഒരു പക്ഷേ സുവാങ്ങിന് നിന്നെ എങ്ങാനും ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയും, ഇല്ല ഞങ്ങൾ ജസ്റ്റ് ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലയോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ അവൻ എന്നെ ഇഷ്ടമൊന്നുമല്ല, അങ്ങനെ രീതിക്ക് ഇവൾ സംസാരിക്കും കേട്ടോ. ഫ്രണ്ട് പെണ്ണ് പറയുന്നത് അവൻ്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ലോ തോന്നുന്നതെന്നാണ് ഫ്രണ്ട് പെണ്ണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഡേ വരും കേട്ടോ. അന്ന് സുവാങ്ങും ഡോങ്ങും ഒരുമിച്ചാണ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് നടത്തുക, ഡാൻസ് കോമ്പറ്റീഷൻസ്, ഗ്രൂപ്പ് ഡാൻസുകളും. അതിൽ വന്ന് നമ്മുടെ പിയോണി കമ്പനിയുടെ വക ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബെയർ കമ്പനിയുടെ വക ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഈ സമയത്ത് ഡോങ് ആ ഒരു ഗ്രൂപ്പ് ഡാൻസ് എല്ലാം കഴിയുന്ന സമയത്ത് സാവോൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഓരോ കാര്യം സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് വാങ്ങു വന്നിട്ട് കണ്ണുകൊണ്ട് കാണിച്ചിട്ട് നമ്മുടെ സാവോനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ സാവോ അവൻ്റെ പിന്നാലെ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവൾ ചെന്നിട്ട് ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കത്തില്ല. അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഹയും കുറച്ച് ആ ഒരു ഓഫീസിൽ നിൽക്കുന്ന വേറെ പെൺപിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ അവർ നിൽക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് ആൽക്കഹോൾ ആണെങ്കിൽ എനിക്ക് വേണ്ടെന്ന്. പക്ഷേ ഹയ പറയണം, അതൊക്കെ എന്തിനാണ് നോക്കുന്നത്, നമുക്ക് എല്ലാവരും കൂടെ അടിച്ചു കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ ഓരോരോ ക്ലാസ് ആയിട്ട് കുടിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുടിച്ച് കഴിയുന്ന സമയത്ത് ഡോങ് എങ്ങോട്ടാണ് പോവുക. അപ്പോൾ ഈ ടൈമിൽ അവിടെ കുറച്ച് പേരായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ സുവാങ് ഇത് കണ്ടിട്ട് ഇവളുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.